മൂന്നാം ഊഴവും മോദി എത്തുമ്പോൾ ശത്രുരാജ്യങ്ങൾ ഭയന്ന് വിറയ്ക്കുകയാണ്. ഇന്ത്യക്കെതിരായ നീക്കം നടത്താൻ ചൈനയോ പാകിസ്ഥാനോ ഇനി മുതിരില്ല എന്ന് വേണം ഉറപ്പിച്ചു പറയാൻ. കാരണം പുതിയ മന്ത്രിസഭയിൽ കരുത്തരായവർ തന്നെയാണ് ഇത്തവണയും എത്തി നിൽക്കുന്നത്. അതിൽ തന്നെ വിദേശകാര്യമന്ത്രി സ്ഥാനത്ത് എസ് ജയശങ്കർ തുടരുന്നതാണ് ശത്രുരാജ്യങ്ങൾക്ക് ഇപ്പോൾ അടിയാകാൻ കാരണം. ആഭ്യന്തര വകുപ്പിൽ അമിത്ഷായും പ്രതിരോധ വകുപ്പിൽ രാജ്നാഥ് സിംഗും ധനകാര്യത്തിൽ നിർമ്മല സീതാരാമൻ, വിദേശകാര്യ വകുപ്പിന്റെ തലപ്പത്ത് എസ് ജയശങ്കർ ഇവർ തുടരുന്നതോടെ ഇന്ത്യക്കെതിരെ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഒരു നീക്കവും നടക്കില്ലെന്ന് തന്നെയാണ് വിവരങ്ങൾ. ഇപ്പോഴിതാ കിഴക്കൻ ലഡാക്കിലെ 4 വർഷത്തിലേറെ നീണ്ട അതിർത്തി തർക്കത്തിനിടയിൽ ചൈനയുമായുള്ള അതിർത്തിയിലെ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കുന്നത്. അദ്ദേഹം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ചുമതലയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഇങ്ങനൊരു പ്രതികരണം അദ്ദേഹം അറിയിക്കുന്നത്. അതായത് ചൈനയുമായുള്ള ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ആ രാജ്യവുമായുള്ള അതിർത്തിയിൽ ചില പ്രശ്നങ്ങളൊക്കെ അവശേഷിക്കുന്നുണ്ടെന്നും ഇതൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ചൈനയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ശ്രദ്ധ അവശേഷിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നതായിരിക്കും ആദ്യം നടത്തുന്ന ചർച്ച. 2020 മെയ് മുതൽ ഇന്ത്യയും ചൈനയും സൈനികർ തമ്മിൽ സംഘർഷത്തിൽ തന്നെയാണ്. അതിർത്തി തർക്കത്തിന്റെ പൂർണ്ണ പരിഹാരം ഇതുവരെ നേടിയിട്ടില്ലെങ്കിലും ഇരുപക്ഷവും നിരവധി സംഘർഷ പോയിന്റുകളിൽ നിന്ന് പിരിഞ്ഞിരിക്കുകയാണ്. ചൈന മാത്രമല്ല, പാകിസ്ഥാനിൽ നിന്ന് ഉയർന്നു വരുന്ന അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ചും അദ്ദേഹം പറയുകയാണ്. ഇതൊരു വെല്ലുവിളിയാണെന്ന് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇസ്ലാമാബാദിനോട് പുതിയ സർക്കാരിന്റെ സമീപനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്ക് പാകിസ്ഥാന്റെ പിന്തുണയാണ് പ്രധാന പ്രശ്നമായിട്ടാണ് ജയശങ്കർ തിരിച്ചറിഞ്ഞിരിക്കുന്നതും. അതായത് പാകിസ്ഥാനുമായുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾക്കുള്ളതെന്നും അതിനെങ്ങനെ പരിഹാരം കാണും, അതൊരു നല്ല അയൽക്കാരന്റെ നയമാകില്ല എന്നും അദ്ദേഹം പറയുന്നു. സർക്കാരിന്റെ വിദേശ നയ മുൻഗണനകളെക്കുറിച്ചും വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയാണ്. ഭാരത് ഫസ്റ്റ്, വസുദേവ കുടുംബകം എന്ന ഇന്ത്യൻ വിദേശ നയത്തിന്റെ വഴികാട്ടുന്ന 2 സിദ്ധാന്തങ്ങളായിരിക്കുമെന്നാണ് വിദേശകാര്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്. വളരെ പ്രക്ഷുബ്ധമായ ലോകത്ത്, വളരെ വിഭിന്നത ലോകത്ത്, സംഘർഷങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും ലോകത്ത് യഥാർത്ഥത്തിൽ വിശ്വസനീയമായ ഒരു രാജ്യമായി വിശ്വബന്ധു എന്ന നിലയിൽ നമ്മെ സ്ഥാനപ്പെടുത്തുമെന്ന് ഉറപ്പുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, രാജ്നാഥ് സിംഗ്, അമിത്ഷാ, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ എന്നിവരുൾപ്പെടെ മുതിർന്ന BJP നേതാക്കളിൽ 69-കാരനെ എസ് ജയശങ്കരും മുൻ സർക്കാരിൽ അവർ കൈകാര്യം ചെയ്ത മന്ത്രിസ്ഥാനങ്ങൾ തന്നെ കരുത്തരായി തന്നെ നിലനിർത്തുകയാണ്. ഇതിന് പിന്നാലെയാണ് ചൈനയും പാകിസ്ഥാനും തമ്മിലുണ്ടായിരിക്കുന്ന ഈ ഒരു സംഘർഷത്തെക്കുറിച്ചും അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. മാത്രമല്ല, നിലവിൽ ശത്രു രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യക്കെതിരെ വന്നാൽ അവരുടെ മൊനെ ഒടിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ചുമതലയേറ്റതോടെ ശത്രു രാജ്യങ്ങളടക്കം പേടിച്ച് വിറയ്ക്കുകയാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.